ടാറ്റ് നോക്കുന്നില്ല ഇപ്പൊ. അപ്പൊ മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, സത്യം പറഞ്ഞാ കെവി ആയിട്ടുള്ള എല്ലാ പ്രശ്നവും തീർത്ത്, സംസാരിച്ച് സോൾവ് ആക്കി. കാരണം ഞാൻ എന്റെ സൈഡ് പറഞ്ഞപ്പോ, അവർക്കെല്ലാവർക്കും എന്റെ സൈഡ് മനസ്സിലായിട്ടുണ്ട്. സോ ഞാനതില് ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ രാത്രി കുറെ നേരം ഇരുന്ന് സംസാരിച്ച്, കാർലോ ചേട്ടന്റെ അടുത്ത് സംസാരിച്ച്, ഹിറ്റുവിന്റെ അടുത്ത് കുറെ പേരെടുത്ത് സംസാരിച്ച് ഗയ്സ് ഇന്നലെ. അപ്പോ കുറെ പേരെടുത്ത് കാര്യങ്ങള് സംസാരിച്ച് ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറെ പേര് പറയുന്നുണ്ട്, ഞാൻ പറയാതെയാണ് ഇറങ്ങിയത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അതിന് റീസൺ പറയാതെ ഇറങ്ങിയതല്ല. ഞാൻ സത്യം പറഞ്ഞാ ഹിറ്റുവിന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ട്, ഈ ഹിറ്റുവിന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. പിന്നെ ഹിറ്റു തന്നെ പറഞ്ഞു എല്ലാവരുടെ അടുത്തും വിളിച്ച് പറയ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ സമയത്ത് എന്താന്ന് വെച്ചാ, എടാ ഗ്യാങ്ങിന്റെ അകത്ത് 35 പേരുണ്ടെങ്കിലും അതില് 30 പേരും അല്ലെങ്കിൽ 25 പേരോളം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ഞാൻ പുതിയ വന്ന ആൾക്കാര് പഴയ വന്ന അങ്ങനല്ല പറയുന്നത്. അതില് എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ 25 പേര് അല്ലെങ്കിൽ 30 പേരുടെ അടുത്ത് കോൺഫറൻസ് ഇട്ട് പറയേണ്ട ഒരു കാര്യമല്ല ഇത്. നിങ്ങളത് മനസ്സിലാക്കുക. കോൺഫറൻസ് ഇട്ട് പറയേണ്ട കാര്യമല്ല ഇത്. അപ്പൊ 25 അല്ലെങ്കിൽ 30 പേരെ സെപ്പറേറ്റ് വിളിച്ച് വിളിച്ച് കാര്യം പറയേണ്ട ഒരു കാര്യം, കൺവിൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാ എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ട് പയ്യെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങാം എന്നുള്ള മൈൻഡ് തന്നെയായിരുന്നു ഞാന്. പക്ഷെ അത് ഇങ്ങനെ ആയി മാറുംന്ന് ആരും വിചാരിച്ചില്ല. ഹിറ്റും നമ്മളാരും എക്സ്പെക്ട് ചെയ്തില്ല ഇതിങ്ങനെ ആയി മാറും. കാരണം കോഴ്സ് ഇത്ര നാള് കൂടെ ഉണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് പോകുമ്പോ ആർക്കായാലും സങ്കടം ഉണ്ടാവും. മനസ്സിലായില്ലേ? ആർക്കായാലും അത് അത്രയും സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ സങ്കടം ഉണ്ടാവും. അതങ്ങനെ തന്നെയാണ്. അപ്പൊ അവരാ സങ്കടത്തിൽ അവരാ റിയാക്ഷൻ ചെയ്തു. അതിന് ഞാൻ അവരെ അല്ലെങ്കിൽ ഞാൻ കെവിഎനെതിരെ ഞാനൊരു വാക്കും ഇന്നലത്തെ ലൈവിൽ ഒരു ഹേറ്റ് ആവുന്ന രീതിയിലോ, തൊപ്പിയുടെ ലൈവിൽ വന്നപ്പോ ഞാൻ അതിനെ ഹേറ്റ് ആവുന്ന രീതിയിലോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്കത് കാണിക്കുകയാണെങ്കിൽ കാണിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ കാണിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് യഥാർത്ഥ സത്യം. ഞാൻ അപ്പളും ഞാൻ എല്ലാം തൊപ്പിയുടെ ലൈവില് ഞാൻ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും വിളിച്ച് സംസാരിക്കും എല്ലാവരുമായിട്ടും. എനിക്കിത് സോൾവ് ആക്കണം. കാരണം ഞാനായിട്ടുണ്ടായ പ്രശ്നമാണ്. ഞാൻ കാരണം ഒരു കമ്മ്യൂണിറ്റിയുടെ പകുതി മൊത്തം മാറി. എന്റെ ഒരു റീസൺ കാരണം മനസ്സിലായോ? ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എംആർസിയും കെവിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുത്. അതിപ്പോ ഞാൻ കാരണം പ്രശ്നം ഉണ്ടായാൽ തന്നെ എനിക്കാണ് അത് എഫക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോ കെവിഎ എന്ന് പറയുമ്പോ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഫുള്ള് എല്ലാവരും. ഏഹ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. സപ്പോർട്ട് ഇന്ന് കുറച്ച് എന്റെ പൊന്നു വരും ഒന്ന് സ്പാം ആക്കി നിർത്തുവോന്ന്. ആക്കിക്കോട്ടെ കുഴപ്പമില്ല. സ്പാം ആക്കിക്കോട്ടെ ഇഷ്യൂ ഇല്ല. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇന്നലെ നിറച്ച് പ്രശ്നങ്ങളായി മാറിയത് എനിക്കറിയാം. അത് ഞാൻ എന്തായാലും സംസാരിച്ച് സോൾവ് ആക്കിയിട്ടുണ്ട്.